ഇന്ന ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കൂട്ടുകാരുമൊത്ത് ജഗന്റെ അവസ്ഥ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കാർത്തി. ഭാഗ്യലക്ഷ്മിയുടെ മോളുടെ കല്യാണവും ബുള്ളറ്റ് ജഗന്റെ മരണവും ഒരു ദിവസം തന്നെ ആയാൽ നല്ലതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് കാർത്തി. അതിനി പാടൊന്നും ഇല്ലല്ലോ കാർത്തി, ആർക്ക് വേണമെങ്കിലും ജഗനെ കൊല്ലാമല്ലോ എന്ന് പറയുകയാണ് കൂട്ടുകാർ. അവനേക്കാളും ദേഷ്യമാണ് എനിക്ക് ഭാഗ്യത്തോടും മക്കളോടും, പ്രത്യേകിച്ച് അവളുടെ ഇളയ മകളോട്. വക്കീലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയാൾ വലിയ വിലയൊക്കെ കൽപ്പിച്ചു കാണും. പക്ഷെ ഭാഗ്യലക്ഷ്മി ഞങ്ങളുടെ വാക്കിന് വിലയൊന്നും കൽപ്പിച്ചിട്ടുണ്ടാകില്ല. മുഹൂർത്ത സമയത്ത് മുടക്കാനല്ലേ അണ്ണൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ് കാർത്തി. അതൊക്കെ കല്യാണ സമയത്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോഴേ നിങ്ങളൊക്കെ അറിയൂ. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ഞാനല്ല, കാരണവരാണ്. ഇനിയിപ്പോൾ അച്ഛൻ പറയുന്നതിനപ്പുറം ഞാൻ പോകുന്നില്ല. നമ്മൾ തന്നിഷ്ടത്തിന് പ്രവർത്തിച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ എന്താ കാർത്തി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അതൊക്കെ സമയത്തിന് അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശക്തനായ എതിരാളി വീണു കഴിഞ്ഞു, ഇനി എന്തും ചെയ്യാം. കല്യാണത്തിനായി ഭാഗ്യലക്ഷ്മിയുടെ വീട് അണിഞ്ഞൊരുങ്ങട്ടെ. അവനുണ്ടല്ലോ ആ ജയലാല്, അവനും സന്തോഷിക്കട്ടെ. അവന്റെ ഷോറൂം ഇന്ന് രാത്രി അങ്ങ് കത്തിച്ചാലോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. എന്തായാലും അവന്റെയും ജീവിതം തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ അങ്ങ് വെളുപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇന്നെന്തായാലും നമുക്ക് ആഘോഷിക്കണം, ഇന്ന് രാത്രി എന്ന് കൂട്ടുകാർ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, ഇന്നല്ല മോനെ ആഘോഷം, നാളെയാണ്. അവളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജഗൻ ഇനി വേണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അത് ശരിയാണെന്നും തളർന്നു കിടക്കുകയാണെങ്കിലും അവന്റെ അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഭയം തോന്നുന്നുണ്ടെന്നും പറയുകയാണ് കൂട്ടുകാർ. കാർത്തി ദേഷ്യപ്പെടുകയാണ്, ഈ ഭയം തന്നെയാണ് നമ്മുടെയൊക്കെ പരാജയത്തിന് കാരണം. തളർന്നു കിടക്കുകയാണെങ്കിലും അവന് ഭയമൊന്നുമില്ല. ആ ജാഗ്രതയും ഭയവുമൊക്കെ അവനില്ലാത്തത് കൊണ്ടാണ് നിഷ്പ്രയാസം അവനെ കെണിയിൽപ്പെടുത്തി നമുക്ക് ഇടിച്ചു തെറിപ്പിക്കാൻ സാധിച്ചത്. എന്തൊരു ഇടിയായിരുന്നു! 150 കിലോമീറ്റർ സ്പീഡിനാണ് ജീപ്പ് പാഞ്ഞു ചെന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചത്. എന്നിട്ടും അവൻ ചത്തില്ല. പാറ കൊണ്ട് നിർമ്മിച്ച ശരീരമാണ് അവൻ്റേത്, അത് അത്ര പെട്ടെന്നൊന്നും ഉടയത്തില്ല. ഇപ്പോഴും ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് കൂട്ടുകാർ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, പക്ഷേ നട്ടെല്ല് തളർന്നു പോയി. അവൻ്റെ തലയും, അതുകൊണ്ടാണ് ശരീരത്തിന് താഴോട്ട് ചലനശേഷി ഇല്ലാതെ പോയത്. നാളെ ഏതായാലും ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ നമുക്ക് ഒത്തുകൂടാം. എല്ലാവരെയും വിളിച്ചോളണം, നാളെ ആഘോഷത്തിന്റെ രാത്രിയാണെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കാർത്തി. ശേഷം കാണിക്കുന്നത് ജയലാലിന്റെ വീടാണ്. അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം ചുറ്റുമൊക്കെ നോക്കിയിട്ട് രാഗിണി ചോദിക്കുകയാണ്, അല്ല അങ്ങേരെവിടെ ഗംഗ? അത് പിന്നേന്ന് ഹേമ പറയുമ്പോൾ ചാരുലത പറയുകയാണ്, അച്ഛനും മരുമോനും കൂടി വാട്ടീസ് അടിക്കുകയാണെന്നാണ് തോന്നുന്നത്. രാഗിണിക്ക് ദേഷ്യം വരുമ്പോൾ ജയലാൽ പറയുകയാണ്, മിലിറ്ററി കോട്ടയാണമ്മേ, എന്തു തന്നെ ആയാലും ഞാനിവിടെ ഉള്ളപ്പോൾ രണ്ടിനും ധൈര്യം കിട്ടിയോ? നാളെ കല്യാണമല്ലേ അമ്മേ, പോട്ടേന്ന് പറയുകയാണ് ചാരുലത. അത് ഹേമയും ശരിവയ്ക്കുമ്പോൾ രാഗിണി പറയുകയാണ്, കല്യാണമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്, ഓവർ ആക്കണ്ടെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞേക്ക്. എനിക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേർക്ക് നാളെ കല്യാണത്തിന് വരാൻ പറ്റില്ല. പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുറിയിലേക്ക് വരരുതെന്നും പറഞ്ഞേക്കണം. ഞാനത് പ്രേമേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹേമ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, എങ്കിൽ രണ്ടാളും പായ വിരിച്ച് ഹാളിൽ കിടക്കട്ടെ. അത് കേട്ട് ചിരിക്കുകയാണ് ചാരുലത. പിന്നീട് ജയലാലിനോട് പറയുകയാണ്, നാളെ മുതൽ ഇവിടെ ഒരു പുതിയ അംഗം കൂടി വരികയാണ്. അത് വീടിൻ്റെ താളം തെറ്റിക്കാനല്ല. ഈ വീടിനും വീട്ടിലുള്ളവർക്കും ഗുണമുണ്ടാകണം കയറി വരുന്നവളെ കൊണ്ട്. ഇത് എപ്പോഴും പറയണ്ടമ്മേ, ദീപ ഈ വീടിൻ്റെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുമെന്ന് പറയുകയാണ് ജയലാൽ. അന്നേരം ഹേമ പറയുകയാണ്, എനിക്ക് ആ കൊച്ചിനെ കണ്ടിട്ട് അത്ര പാവമായിട്ടൊന്നും തോന്നിയില്ല. ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജയേട്ടന് പിഴയ്ക്കാറില്ല, അതാ എൻ്റെ ആത്മവിശ്വാസമെന്ന് പറയുകയാണ് ചാരുലത. ഇവൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ടാണ് അവളെപ്പറ്റി ഞാൻ കൂടുതലൊന്നും തിരക്കാതിരുന്നത്. ഇനി എന്തു പാകപ്പിഴ ഉണ്ടായാലും ആദ്യം നിന്റെ കരണക്കുറ്റിക്കൊന്ന് തന്നിട്ടേ ഞാൻ അവളോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാഗിണി. എന്തൊക്കെ സംഭവിച്ചാലും ആദ്യ പരിഗണന എൻ്റെ അമ്മയ്ക്കായിരിക്കണം. ഇന്നലെ കണ്ടവളെ കണ്ട് എൻ്റെ അമ്മയെ തള്ളിക്കളയരുത് എന്നൊക്കെ പറയുകയാണ് ചാരുലത. മുൻതൂക്കം ഒന്നും വേണ്ട, അമ്മയ്ക്കുള്ള സ്ഥാനം അമ്മയ്ക്കും ഭാര്യയ്ക്കുള്ള സ്ഥാനം ഭാര്യയ്ക്കും കൊടുത്തിരിക്കുമെന്ന് പറയുകയാണ് ജയലാൽ. അത് കേട്ട് രാഗിണി പറയുകയാണ്, അമ്മയ്ക്കുള്ള സ്ഥാനം നീ എനിക്ക് തരണം, പക്ഷേ ഭാര്യയ്ക്കുള്ള സ്ഥാനം തീരുമാനിക്കുന്നത് നീയല്ല, ഞാനായിരിക്കും. അവൾ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ഈ വീട് നന്നായിട്ട് നോക്കുന്നില്ലെങ്കിൽ പിന്നീട് അവൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം നഷ്ടപ്പെടും. അന്നേരം സംശയത്തോടുകൂടി ചാരുലത ചോദിക്കുകയാണ്, അമ്മ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും 101 പവനൊക്കെ തന്നിട്ട് അവർ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണ്. ഇനി ഈ പറഞ്ഞ ദീപയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ ഏട്ടാന്ന് ചോദിക്കുകയാണ് ചാരുലത. ഈ സംശയം തുടക്കം മുതലേ എനിക്കുമുണ്ടെന്ന് പറയുകയാണ് ഹേമ. വീണ്ടും ജോത്സ്യൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ് രാഗിണി. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ദീപ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നാളെ മുതൽ മോള് മറ്റൊരു കുടുംബത്തിലെ അംഗമാവുകയാണ്.
അമ്മയ്ക്ക് സന്തോഷവും വേദനയും ഭയവും ഒക്കെയുണ്ട്. അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കുറ്റബോധവും എനിക്കുണ്ട്. അതെന്താ അമ്മേ അങ്ങനെയെന്ന് ദീപ ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ജയലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അമ്മയുടെ ജീവിതം പോലെ ആയിരിക്കില്ല മോളുടെ ജീവിതമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ ജയലാലിൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ ദീപയോട് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ് ദീപ. നമ്മളെയും നമ്മളെ കുടുംബത്തെയും പറ്റി ജയലാലിന് എല്ലാം അറിയാമെന്നും പക്ഷെ ജയലാലിൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. ആ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം ലാലേട്ടൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പിന്നെ ദിയെ പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതേപോലെ തിരിച്ചു പറയുന്ന സ്വഭാവം എനിക്കില്ലല്ലോ, അത്രയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ദീപ. എനിക്കിപ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നും എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ. എന്ത് സങ്കടമുണ്ടായാലും അമ്മയോട് പറയണമെന്നും സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിക്കരുതെന്നും ദീപയോട് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ലാലേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടമ്മേ എന്ന് പറയുകയാണ് ദീപ. മോള് കിടന്നോ, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ദീപയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ശേഷം കാണിക്കുന്നത് റൂമിൽ സങ്കടപ്പെട്ട് കിടക്കുന്ന ദിയയാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജഗനെ കാണിക്കുകയാണ്. ജഗൻ തന്നെ കാർത്തി വണ്ടി ഇടിപ്പിച്ച് തെറിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർത്തങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ജയലാലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഗംഗാധരൻ. അച്ഛനെ കണ്ട് ജയലാൽ പറയുകയാണ്, നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു, നാളെ കല്യാണമല്ലേ, ഉറക്കക്ഷീണം വേണ്ടാലോ. അന്നേരം ഗംഗാധരൻ പറയുകയാണ്, നിന്റെ ഉറക്കം കെടുത്താനൊന്നും അല്ല ഞാനിവിടേക്ക് വന്നത്, ഒരു കാര്യം തിരക്കാനായിട്ടാണ്. നാളെ നിന്റെ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അവൻ്റെ വീട്ടിൽ നിന്നും മറ്റാരും വരില്ല, ഹരി വരും എന്നൊക്കെയാണല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ജയലാൽ പറയുകയാണ്, എന്തായാലും ഏട്ടൻ വരാതിരിക്കില്ല എന്നെ അനുഗ്രഹിക്കാൻ. അതിനായി ഏട്ടൻ ഉറപ്പായിട്ടും ആ പരിസരത്ത് വരും. അന്നേരം സങ്കടത്തോടുകൂടി ഗംഗാധരൻ പറയുകയാണ്, കല്യാണ മണ്ഡപം കുരുക്ഷേത്ര ഭൂമിയാക്കി മാറ്റരുത്. അവൻ വന്നില്ലേലും കുഴപ്പമില്ല, എന്തായാലും അവൻ്റെ അനുഗ്രഹം നിനക്ക് കാണുമല്ലോ. ഇനി കല്യാണ സ്ഥലത്ത് വെച്ചെങ്ങാനും അവൻ്റെ തലവട്ടം രാഗിണി കണ്ടാൽ തീർന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഗംഗാധരൻ. പിന്നെ ഇവിടെ വേറൊരുത്തനുണ്ട്, നിന്റെ അളിയൻ. അവനാണെങ്കിൽ ഒരു വായി നോക്കിയാണ് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കും. എടാ, അവൻ്റെ കണ്ണിൽപ്പെട്ടാലും കുഴപ്പമാണ്. അവൻ കല്യാണമാണെന്നൊന്നും നോക്കില്ല, നേരെ അത് രാഗിണിയുടെ ചെവിയിലെത്തിക്കും. എടാ, അവനും നിന്റെ പെങ്ങൾക്കും ഈ കല്യാണം നടക്കണമെന്ന് ഒരു താല്പര്യവുമില്ല. കറവ പശുവിനെ കിട്ടിയാൽ എന്നും കറന്നുകൊണ്ടിരിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിന്റെ അളിയനും പെങ്ങളും. എനിക്കറിയാം അച്ഛാ ഇതൊക്കെ, പക്ഷേ എൻ്റെ കല്യാണം നല്ലതുപോലെ നടക്കണമെന്ന് എന്നെപ്പോലെ ആഗ്രഹിക്കുന്നവരാണ് ഹരിയേട്ടനും. ഏതായാലും വെളിച്ചത്തോട്ടൊന്നും ഏട്ടൻ വരില്ല. പിന്നെ ഏട്ടൻ്റെ പാദത്തിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ അച്ഛനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം. അത് കേട്ടൊന്ന് ഞെട്ടി ഞാനോന്ന് ചോദിക്കുകയാണ് ഗംഗാധരൻ. അതിനൊക്കെ അവസരം വരുമെന്നും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്നും ജയലാൽ പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോടാ? കല്യാണം കഴിഞ്ഞാൽ എനിക്കും നിനക്കും എൻ്റെ മരുമകൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റുമോടാ? അച്ഛൻ എത്രയോ യുദ്ധങ്ങൾ കണ്ട ആളാണ്, പിന്നെ ഇവിടെ പതറേണ്ട കാര്യം എന്തുവാ? ഞാൻ പറഞ്ഞല്ലോടാ മോനെ, എന്നെ സംബന്ധിച്ച് ഈ വീടിൻ്റെ അത്രയും വലിയൊരു യുദ്ധഭൂമി ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, രാഗത്തിൻ്റെ സ്വഭാവം മുഴുവൻ ദീപമോൾക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു സംശയവും കൂടാതെ ആ കുട്ടിയെ ഇങ്ങോട്ട് വിടാൻ അവർ ധൈര്യം കാണിച്ചല്ലോ. അത് കേട്ട് ചിരിച്ച് ജയലാൽ പറയുകയാണ്, അത് മറ്റാരുടെയും മിടുക്കല്ല, എൻ്റെ മിടുക്കാണ്. ഞാനൊരു കുഴപ്പക്കാരനല്ല എന്ന് അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. അതുകൊണ്ട് അവർ അമ്മയുടെ സ്വഭാവം മറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം പുറകിലേക്ക് വരികയാണ് രാഗിണി. പുറകിൽ നിൽക്കുന്ന രാഗിണിയെ കണ്ട് ഒന്ന് ഞെട്ടുകയാണ് ഗംഗാധരൻ. ദേഷ്യത്തോടെ രാഗിണി വന്ന് ചോദിക്കുകയാണ്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ എന്ത് സ്വഭാവമാണ് അവർ മറക്കുന്നത്? അതല്ലമ്മേ, അമ്മ ജയിലിലാണെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. താല്പര്യം വരാതിരിക്കാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോടാ? നിന്നെപ്പോലെ ഒരു ചെറുക്കനെ അവർക്കിനി ജന്മത്ത് കിട്ടുമോ? ഞാനാണ് ജയിലിൽ, അല്ലാതെ എൻ്റെ മോനല്ല എന്നൊക്കെ പറയുകയാണ് രാഗിണി. അതിനുശേഷം ഗംഗാധരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇവൻ്റെ ഉറക്കം കളയാനാണോ ഇങ്ങോട്ട് വന്നത്? അന്നേരം ഒന്ന് പരിഭ്രമിച്ച് ഗംഗാധരൻ പറയുകയാണ്, ഞാനിവന് ധൈര്യം കൊടുക്കാനാണ് വന്നത്. അതെങ്ങനെയാ നിങ്ങൾ ധൈര്യം കൊടുക്കുന്നത്? നിങ്ങൾക്കേ ധൈര്യമില്ല, പിന്നെ എന്ത് പകർന്നു കൊടുക്കാനാണ്? അല്ല, കുടുംബജീവിതമാകുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ വേണമെന്ന് ഞാനിവനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഈ കുടുംബത്തെ വാഴിക്കാൻ പറ്റാത്തവളാണെങ്കിൽ വന്ന വഴിക്ക് തിരികെ പോകും എന്ന് പറയുകയാണ് രാഗിണി.
പിന്നെ ഞാൻ ജയിലിലേക്ക് തിരികെ പോയി കഴിഞ്ഞാൽ മരുമോളെടുത്ത് തലയിൽ കയറ്റി വയ്ക്കരുത് നിങ്ങൾ. അടുക്കള പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിശ്രമം കിട്ടും. ഭയന്നാണ് ദീപ ഇങ്ങോട്ട് വരുന്നത്. അവളെ കൂടുതൽ ഭയപ്പെടുത്തരുതമ്മേന്ന് പറയുകയാണ് ജയലാൽ. ഈ വീടിന്റെ ചിട്ടകൾക്കനുസരിച്ച് നിന്നാൽ ഒരു ഭയവും വേണ്ടാന്ന് പറയുകയാണ് രാഗിണി. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് പോകാനായി റെഡിയാവുകയാണ് ഹരി. അന്നേരം പൂജ ചോദിക്കുകയാണ്, പോകാൻ തന്നെ തീരുമാനിച്ചോ? അത് ഞാൻ കൂടെ പറയണോ? എന്തായാലും അവൻ്റെ കല്യാണം കണ്ടേ എനിക്ക് പറ്റൂ. ക്ഷേത്രത്തിലേക്കും പിന്നെ ഓഡിറ്റോറിയത്തിലേക്കും പോകണം. അങ്ങനെ പറയുമ്പോൾ പൂജ പറയുകയാണ്, എന്തായാലും ഹരിയേട്ടൻ്റെ ധൈര്യം അപാരം തന്നെ. എടി, ഈ ആങ്ങളമാര് പെങ്ങന്മാരെ നന്നായിട്ട് നോക്കും. അവർ തമ്മിൽ അടികൂടിയാൽ ഒരു പരിധിയൊക്കെയുണ്ട്. പക്ഷേ ഈ ചേട്ടാനിയന്മാർ തമ്മിൽ എന്നും പൂരത്തല്ലായിരിക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അടിയും വഴക്കുമില്ലാത്ത വീടുകൾ കാണത്തില്ല. എന്നാൽ അതുപോലെ ആയിരുന്നില്ല ഞങ്ങളുടെ ജീവിതം. ചെറിയ തെറ്റ് കണ്ടാൽ അറിയാമല്ലോ, അമ്മ കയ്യിൽ കിട്ടുന്ന എന്തുകൊണ്ടും ഞങ്ങളെ തല്ലുമായിരുന്നു. പക്ഷേ ഞാനും ജയനും തമ്മിൽ ഇതുവരെ തല്ലുകൂടിയിട്ടില്ല. അത് അവൻ്റെ സ്വഭാവം നല്ലതായിട്ടെന്ന് പറഞ്ഞ് പൂജ പറയുമ്പോൾ ഹരി പറയുകയാണ്, എൻ്റെ സ്വഭാവവും മോശമൊന്നുമല്ല. ഞങ്ങൾ എന്തിനും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് അമ്മ ജയിലിൽ പോകാൻ കാരണം നീയും നിന്റെ അമ്മയും ആയിരുന്നിട്ട് കൂടി അവൻ ഇങ്ങോട്ട് വരുന്നത്. ഞാനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാൻ അവന് താല്പര്യമില്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഏട്ടൻ ചെല്ലുന്നത് കൊണ്ട് അനിയൻ്റെ കല്യാണത്തിന് തടസ്സമുണ്ടാകുമെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ തടസ്സമൊന്നും ഉണ്ടാക്കാനല്ലല്ലോ പോണത്. അവന് എൻ്റെ അനുഗ്രഹം വാങ്ങണമെന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ താലികെട്ട് എനിക്ക് കാണണമെന്നും പൂജ പറയുകയാണ്. രണ്ടാമത് പറഞ്ഞത് ചിലപ്പോൾ നടന്നേക്കും, താലികെട്ട് കാണാൻ സാധിക്കും. പക്ഷെ ആദ്യം പറഞ്ഞത് എങ്ങനെയാ അനുഗ്രഹം വാങ്ങുന്ന കാര്യം? അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്ന് പറയുകയാണ് ഹരി. പൂജ പറയുകയാണ്, അതൊക്കെ കൊള്ളാം. പക്ഷെ ഈ പോകുന്നത് പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നേക്കണം. കവിളത്ത് അമ്മയുടെ കൈയുടെ പാടൊന്നും കാണരുത്. എന്നെ തല്ലിയാലും എൻ്റെ അമ്മയല്ലേ തല്ലുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ അമ്മയെ കോടതി കയറ്റാനൊന്നും പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതുപോലെ പറഞ്ഞ് കുത്തുന്നുണ്ടെന്ന് പറയുകയാണ് പൂജ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.